അങ്ങനെ പട്ടാമ്പിന്ന് ഫുഡ് കഴിച്ചിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എൻ്റെ ഒരു മെയിൻ സ്പോട്ടിലേക്കാണ് വരണതെന്ന്. വേറെ എവിടേക്കല്ല കേട്ടോ, നമ്മുടെ മിത്ര ചേച്ചിയുടെ അടുത്തേക്കാണ്. എനിക്കൊന്ന് മിനിങ്ങി തിളങ്ങണമെങ്കിൽ ഇവിടെ എത്തിയാലേ സമാധാനം ആവുള്ളൂ കേട്ടോ. അങ്ങനെ അതെ അവിടെ എത്തി. ഞാൻ അങ്ങോട്ടാട്ടോ കണ്ണട വെച്ചത് കണ്ടിട്ട് ആരും നോക്കണ്ട, നല്ല വെയിലായിരുന്നു കേട്ടോ. അപ്പോൾ വിൻഷേട്ടൻ്റെ കണ്ണട എടുത്ത് വെച്ചതാണ്. പിന്നെ അതെ അവിടെ എത്തി, മുടിയൊക്കെ കെട്ടി. ഇനി വേണം നമുക്ക് നമ്മുടെ പണികൾ തുടങ്ങണം കേട്ടോ. മിത്ര ചേച്ചിയാണെങ്കിൽ ക്യാമറ ഓൺ ആക്കി കണ്ട അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ നേരം ഓടും. സ്റ്റാർട്ടിങ് ട്രബിൾ ആണ്. അത് കഴിഞ്ഞാൽ പിന്നെ വളവളാന്ന് സംസാരിച്ചു തുടങ്ങും കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ആളുടെ പണിയായുധങ്ങൾ കേട്ടോ. ഒരുപാട് സ്റ്റോക്ക് ഇറക്കിയിട്ട് തോന്നുന്നു. നല്ല ഭംഗിയിൽ അടക്കി ഒതുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനിത് എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ചെറിയ രീതിക്കൊക്കെ ഒന്ന് ചെയ്യാണ്ട്, മെയിനായിട്ട് വേറെ ഒന്നുമല്ല കേട്ടോ. ഞാനിവിടെ വന്നാൽ നമ്മുടെ ഹെയറിലുള്ള പണികളാണ് ചെയ്യാറ്. മെയിനായിട്ട് സ്പാ കേട്ടോ. ഞാൻ സ്മൂത്തനിങ്, ഫ്രണ്ട് പോർഷൻ സ്മൂത്തനിങ് ചെയ്തിട്ടുണ്ട് കേട്ടോ, ഇയർ ടു ഇയർ. അതുകൊണ്ട് പിന്നെ മന്ത്ലി അല്ലെങ്കിൽ ഒരു 2 മാസം കൂടുമ്പോഴേലും ഞാൻ സ്പാ നല്ല രീതിക്ക് കൊടുക്കാറുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ മെയിനായിട്ട് എൻ്റെ ഹെയർ എനിക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റണതെന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ ഒരു റിലാക്സേഷനാണ് കേട്ടോ. നമ്മളിങ്ങനെ ഇരുന്ന് എന്താ പറയുക, അവരിങ്ങനെ സ്പാ ചെയ്ത് തരുമ്പോണ്ടല്ലോ നമ്മളിങ്ങനെ ഇരുന്ന് ഉറങ്ങിപ്പോവും. വേറൊരു ലോകത്തേക്ക് പോണ പോലെ തോന്നും കേട്ടോ. നല്ല രസമാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ചേച്ചിയുടെ അടുത്തുനിന്ന് ഫേസിൽ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്ത് നോക്കണത്. അപ്പോൾ എനിക്ക് ഫേഷ്യലാട്ടോ ചെയ്ത് തന്നിട്ടുള്ളത്. വെറും ഫേഷ്യലല്ല കേട്ടോ, ഡീറ്റാൻ ഫേഷ്യലായിരുന്നു എനിക്ക് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത്. കാരണം ഇപ്പോൾ ഡ്രൈവിംഗ് ക്ലാസ്സിനൊക്കെ പോണ കാരണം ഗ്രൗണ്ടിലാട്ടോ ഫുൾ പണി. അതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് ടാൻ അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഫേസിലൊക്കെ. അപ്പോൾ പിന്നെ ചേച്ചിനായിട്ട് സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതൊക്കെ ചെയ്യാമെന്ന്. അപ്പോൾ ഞാൻ നോർമൽ ഫേഷ്യലും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്, പക്ഷേ ഇങ്ങനെയുള്ള ഫേഷ്യലും കാര്യങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ചേച്ചി എല്ലാം റെഡിയാക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ കൈയും കാലും ഇവിടെ വന്ന് എന്നോട് ചീത്ത പറയുന്ന ഒരു കാര്യം അതാട്ടോ, നിനക്ക് എൻ്റെ നെക്കൊക്കെ ഒന്ന് നന്നായി സെറ്റ് ചെയ്ത് നെയിൽ പോളിഷൊക്കെ ഇട്ടൊന്ന് കാലും കൈക്കൊന്ന് വൃത്തിയാക്കിയാൽ എന്ന് പറയണത് കേട്ടോ. അപ്പോൾ ചേച്ചി എന്നെ നിന്നിട്ട് അതൊക്കെ ചെയ്ത് തരുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് തേജപ്പൻ എന്താണ് പണി നോക്കാൻ വേണ്ടി വന്ന് നിൽക്കുകയാണ്. അപ്പോൾ എൻ്റെ കാലുമെന്ന് നെയിൽ പോളിഷൊക്കെ കളഞ്ഞ് നല്ല ഭംഗിയിൽ നെയിൽ പോളിഷൊക്കെ ഇട്ടെന്ന് സെറ്റ് ചെയ്ത് തന്നു കേട്ടോ. പിന്നെ അതേ നമ്മുടെ ഹെയറും അതിൻ്റെ ഇടയിൽ റെഡി ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴുകിയിട്ട് ഇതേ ഹെയറും നന്നായി ഡ്രൈ ആക്കിയിട്ട് നന്നായി ഉണക്കി സെറ്റാക്കി തന്നു കേട്ടോ. ആ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ എൻ്റെ ഹെയറിൻ്റെ സ്ട്രക്ചർ നല്ല രീതിക്ക് ആ സ്മൂത്തനിങ് ചെയ്ത ടൈമിലത്തെ ഹെയറിലേക്ക് വരാറുണ്ട്. ഒന്ന് ചെറുതായിട്ട് ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ട് കിടക്കുകയായിരുന്നു കേട്ടോ ഹെയർ. ഒരു ജാതി വൃത്തിയിട്ട രീതിയിലായിട്ട് കിടന്നായിരുന്നു. ഇപ്പം നമ്മുടെ സ്പാ ചെയ്തപ്പോൾ ഒന്നും കൂടി നമ്മുടെ അയൺ ചെയ്തിട്ട പോലെ, അയണൊന്നും ചെയ്തിട്ടില്ല സത്യം പറഞ്ഞാൽ, പക്ഷേ മുടി സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ മിത്ര ചേച്ചി. അപ്പോൾ ചേച്ചിയുടെ പാർലറിൻ്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ റെയിൽവേ ട്രാക്കില്ലേ വല്ലപ്പുഴ, അവിടെ നിന്ന് നേരെ പോയി കഴിഞ്ഞാൽ പള്ളിയുടെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ്. അപ്പോൾ നമ്മൾ ഇറങ്ങാൻ നിൽക്കുന്ന നേരത്തെ വിൻഷേട്ടൻ്റെ വണ്ടി ഒന്ന് കംപ്ലൈൻറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചേച്ചിയുടെ സ്കൂട്ടിയൊക്കെ എടുത്ത് പോയിട്ട് ഒരു ചേട്ടനെ കൊടുത്തിട്ട് വണ്ടി റെഡിയാക്കാൻ നിർത്തിയേക്കാണ്. അപ്പോൾ ഒരു 3/4 മണിക്കൂർ വേണ്ടി വരും വണ്ടി റെഡി ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ വീണ്ടും ഇതേ ചേച്ചിയുടെ ഷോപ്പിൽ കയറിയിരുന്നു. ഞാനിരുന്നിട്ട് ടി വി ആണ് കേട്ടോ. വിൻഷേട്ടൻ എന്തോ വർക്കിലാണ്. അങ്ങനെ ഒരു 7 മണി 7:30 കൂടിയിട്ടാട്ടോ നമ്മുടെ വണ്ടിയൊക്കെ റെഡിയായി കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ പട്ടാമ്പി എത്തി. പിന്നെ മാനുവലിലൊന്ന് കയറിയിട്ട് അവിടെ വെച്ച് കുറച്ച് സബ്സ്ക്രൈബേഴ്സിനൊക്കെ കണ്ട് അവരോട് സംസാരിച്ചു. പിന്നെ അതേ വരുന്നു നമ്മുടെ പാറൂട്ട്. അവളും ഡ്രസ്സ് വാങ്ങാനായിട്ട് വന്നിട്ടുള്ളത്. അങ്ങനെ ആ ഡ്രസ്സൊക്കെ വാങ്ങിയിട്ട് നമ്മളിതേ പോണ വഴിക്ക് നമ്മളോടൊരു മോൻ വന്നിട്ട് ഫുഡ് എന്തെങ്കിലും വാങ്ങിത്തരൂ ചേട്ടാ എന്ന് വിൻഷേട്ടൻ്റെ അടുത്ത് ചോദിച്ചു കേട്ടോ. അപ്പോൾ വിൻഷേട്ട അവനതേ ഫുഡ് എന്തൊക്കെ വാങ്ങി കൊടുത്തിട്ട് നമ്മൾ നേരത്തെ വീട്ടിലേക്ക് പോയിട്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. ബൈ.